എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. +2 മാത്തമാറ്റിക്സിൻ്റെ എക്സാം സ്പെഷ്യൽ വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ ചാപ്റ്ററുകളിൽ നിന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് പോലെയുള്ള ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രാധാന്യർഹിതമായ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം നോക്കിയോളൂ. ഇഫ് എ സെറ്റ് ഹാസ് 2 elements, ഹൗ മെനി റിലേഷൻസ് ഡിഫൈൻഡ് ഓൺ എ? ഒരു സെറ്റിൽ 2 എലമെന്റ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര റിലേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഒരു സെറ്റിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിന്റെ എണ്ണം എന്താണ്? നമ്പർ ഓഫ് റിലേഷൻസ് ഡിഫൈൻഡ് ഓൺ എ എന്ന് പറയുന്നത് 2n ആണ്. എ എന്ന സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എത്ര റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും? 2n റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ 2 സ്ക്വയർ 4 എലമെന്റ്സ് ഉണ്ടായിരിക്കും ആ റിലേഷനകത്ത്. ഓക്കെ, ഇനി ബി പാർട്ടിൽ എന്താ പറയുന്നത്? f of x ഈക്വൽ ടു x മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണെന്നും തെളിയിക്കണം, ഓൺ 2 ആണെന്നും തെളിയിക്കണം. ഓക്കെ, അതായത് ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. 1 ഓൺ 2 ആണെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് അർത്ഥം? ആ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ തെളിയിച്ച് കാണിക്കുക? f of x എന്നുള്ള ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. 1 ആണെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ്? 1 ആവണമെങ്കിൽ നമ്മൾ f of x1 ഈക്വൽ ടു f of x2 ഇക്വേറ്റ് ചെയ്താൽ ഇത് സോൾവ് ചെയ്ത് നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കാണിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. f of x1 എന്ന് പറഞ്ഞാൽ ഇത് എന്ത് വരും? x1 മൈനസ് 1/2 വരും. f of x2 എന്ന് പറഞ്ഞാൽ x2 മൈനസ് 1/2 വരും. ശരിയല്ലേ? 2 2 കട്ട് ചെയ്യാം. x1 മൈനസ് 1 ഈക്വൽ ടു x2 മൈനസ് 1 എന്ന് വരും. -1 -1 കട്ട് ചെയ്യാം. x1 ഈക്വൽ ടു x2 എന്ന് വരും. അപ്പോൾ പ്രൂഫ് ആയല്ലോ, ശരിയല്ലേ? therefore നമുക്ക് എന്ത് പറയാം? f of x1 ഈക്വൽ ടു f of x2 implied that x1 ഈക്വൽ ടു x2. f of x1 ഈക്വൽ ടു f of x2 ഇക്വേറ്റ് ചെയ്തപ്പോൾ x1 ഈക്വൽ ടു x2 കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? f is 1 ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ ഓൺ 2 ആണെന്ന് എങ്ങനെ തെളിയിക്കുന്നത്? ഓൺ 2 ആണെന്ന് തെളിയിക്കണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കണം, അല്ലെ? കോഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കണം. നോക്കുക, ദെൻ ഈ ഫംഗ്ഷൻ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ x മൈനസ് 1/2 ആണ്. ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണിത്. സോ ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ റിയൽ നമ്പർ ആണ്. സോ ഈ ഫംഗ്ഷന്റെ റേഞ്ചും റിയൽ നമ്പർ ആണെന്ന് ഷോ ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റേഞ്ച് റിയൽ നമ്പർ ആണെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. എങ്ങനെയാണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുക? റേഞ്ച് എന്ന് പറയുന്നത് എക്സിന്റെ പ്ലേസിൽ ഞാൻ ഏത് റിയൽ നമ്പർ കൊടുത്താലും എനിക്ക് കിട്ടുന്ന f of x-ന്റെ വാല്യൂ ഒരു റിയൽ നമ്പർ തന്നെയായിരിക്കും. ശരിയാണല്ലോ? റേഞ്ച് നമുക്ക് സ്റ്റെപ്പ് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണ് ആ ഫംഗ്ഷന്റെ റേഞ്ച്. അപ്പോൾ അത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. f of x-നെ നമ്മൾ y ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കിട്ടും. f of x എന്ന് പറഞ്ഞാൽ x മൈനസ് 1/2 ഇസ് ഈക്വൽ ടു y. x മൈനസ് 1 ഇസ് ഈക്വൽ ടു ക്രോസ് ചെയ്താൽ 2y കിട്ടും. x ഈക്വൽ ടു 2y പ്ലസ് 1 എന്ന് വരും, അല്ലേ? സോ ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് f ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ പ്ലേസിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ 2x പ്ലസ് 1 എന്ന് എഴുതാം. ശരിയാണല്ലോ? ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണ്? 2x പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. ഇനി ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണ് f ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ആണ് f of x-ന്റെ റേഞ്ച്. f ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എക്സിന് പകരം ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം, അല്ലേ? സോ ഡൊമൈൻ ഓഫ് f ഇൻവേഴ്സ് ഓഫ് x എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്, അല്ലേ? ഈ എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എനിക്ക് എന്താണ് കിട്ടുന്നത്? ഏത് റിയൽ നമ്പർ കൊടുത്താലും f ഇൻവേഴ്സ് x ഒരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഡൊമൈൻ ഓഫ് f ഇൻവേഴ്സ് x റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണ് ആ ഫംഗ്ഷന്റെ റേഞ്ച്.
അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്തായിരിക്കും? റേഞ്ച് ഓഫ് എഫ് എന്ത് തന്നെയായിരിക്കും? റിയൽ നമ്പർ തന്നെയായിരിക്കും. ഓൾറെഡി നമുക്ക് കോഡൊമൈൻ റിയൽ നമ്പർ ആയിട്ട് കിട്ടി, റേഞ്ചും ഇപ്പം എന്തായിട്ട് കിട്ടി? റിയൽ നമ്പർ ആയിട്ട് കിട്ടി. കോഡൊമൈനും റേഞ്ചും എന്താണ്? സെയിം ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ റേഞ്ചും ഈക്വൽ ആണെങ്കിൽ എഫ് ഈസ് എന്താണെന്ന് പറയാം? ഓൺ ടു ആണെന്ന് പറയാം. ഫംഗ്ഷൻ എങ്ങനെയാണ് ഓൺ ടു ആവുക? കോഡൊമൈനും റേഞ്ചും സെയിം ആണെന്ന് കാണിച്ചാൽ ആ ഫംഗ്ഷൻ എന്തായി? ഓൺ ടു ആയി. അപ്പോൾ എന്താണ്? ദ ഫംഗ്ഷൻ ഗിവൺ ഫംഗ്ഷൻ ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു എന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് ഓഫ് സെയിം ഓർഡർ. എയും ബിയും ഒരേ ഓർഡറുള്ള സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകളാണ്. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ എങ്ങനെയുള്ള മെട്രിക്സ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നോക്കാം. സോ എ ബി മൈനസ് ബി എ എങ്ങനെയുള്ള മെട്രിക്സ് ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയാം. ശരിയല്ലേ? എ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എ തന്നെയാണെങ്കിൽ സിമെട്രിക് ആണെന്ന് പറയാം. എ മെട്രിക്സ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ ആണ് കിട്ടുന്നതെങ്കിൽ അതൊരു സ്ക്യൂ സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ് ആണെന്ന് പറയാം. ശരിയാണല്ലോ? അതൊരു സ്ക്യൂ സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എ ബി മൈനസ് ബി എ തന്നെ തിരിച്ച് കിട്ടുവാണെങ്കിൽ അത് സിമെട്രിക് ആണെന്ന് പറയാം. എ ബി മൈനസ് ബി എയുടെ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോസിന്റെ 1-2 ഐഡന്റിറ്റീസ് അറിയണം. എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് വരിക? എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. ഇനി ലോ ഓഫ് റിവേഴ്സൽ ഓഫ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. എ ഇൻറ്റു ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ബിയുടെ ട്രാൻസ്പോസ് ആദ്യം എഴുതണം, എയുടെ ട്രാൻസ്പോസ് രണ്ടാമത് എഴുതണം. ഇതേ ലോ ഇൻവേഴ്സിനൊക്കെ ആപ്ലിക്കബിൾ ആണ്. എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ഇവിടെ എന്ത് വരും? എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. തിരിഞ്ഞു വരും. എയുടെ ട്രാൻസ്പോസ് ആദ്യം, ബിയുടെ ട്രാൻസ്പോസ് രണ്ടാമത്. ഇനി പറ, എയും ബിയും സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകളാണെന്ന് പറയുന്നത്. എയും ബിയും സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകളാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്തായിരുന്നിരിക്കും? എ ആയിരുന്നിരിക്കും. ബി ട്രാൻസ്പോസ് എന്തായിരിക്കും? ബി ആയിരിക്കും. കാരണം എന്താ? എയും ബിയും എങ്ങനെയുള്ള മെട്രിക്സുകളാണ്? സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകളാണ്. എ സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ് ആണെങ്കിൽ, സിമെട്രിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് എടുത്ത ആ മെട്രിക്സ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടണം. എയും ബിയും സിമെട്രിക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എ ട്രാൻസ്പോസ് എ ആയിരിക്കും, ബി ട്രാൻസ്പോസ് ബി ആയിരിക്കും. നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ട്രാൻസ്പോസിന് പകരം ബി കൊടുത്തു, എ ട്രാൻസ്പോസിന് എ കൊടുത്തു, എ ട്രാൻസ്പോസിന് എ കൊടുത്തു, ബി ട്രാൻസ്പോസിന് ബി കൊടുത്തു. ഇനി ഒരു മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ എന്ന് കിട്ടും. ശരിയല്ലേ? മൈനസ് ഉള്ളിൽ വന്ന മൈനസ് എ ബി പ്ലസ് ബി എ തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ. സോ എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതേ എ ബി മൈനസ് ബി എയുടെ നെഗറ്റീവ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എ ബി മൈനസ് ബി എ എന്ത് മെട്രിക്സ് ആയിരുന്നിരിക്കണം? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവണം. ശരിയല്ലേ? ഒരു മെട്രിക്സ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ അതെന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ശരിയാണല്ലോ? ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ എ ബി മൈനസ് ബി എ ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എങ്ങനെയുള്ള മെട്രിക്സ് ആണ്? എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. എയും ബിയും സിമെട്രിക് ആണെങ്കിൽ. ഇപ്പോൾ ഓപ്ഷൻ എ സ്ക്യൂ സിമെട്രിക് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു എ. എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് 3a എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ചെയ്ത് നോക്കാലോ. സോ ഐ പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് 3a ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് അവർ പറയുന്നുണ്ട്? എ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യാം. എ സ്ക്വയർ പ്ലസ് 2ab 2ia പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 3a. ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഐഡന്റിറ്റി മെട്രിക്സ് സ്ക്വയർ എടുത്താലും ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ്. സോ പ്ലസ് 2 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ എടുത്താൽ നമുക്ക് എ മെട്രിക്സ് തന്നെയാണ് കിട്ടുക.
ശരിയല്ലേ? ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെയാണ് കിട്ടുക. കാരണം ഐഡന്റിറ്റി മെട്രിക്സിനെ ഏത് മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. ഐഡന്റിറ്റി മെട്രിക്സിനെ ബി കൊണ്ട് ഗുണിച്ചാലും ബി തന്നെയാണ് കിട്ടുക. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സിനകത്തെ ഐഡന്റിറ്റി 1 അല്ലേ, അതേപോലെ മെട്രിക്സിനകത്തെ ഐഡന്റിറ്റിയാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പോൾ 1നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 തന്നെയാണ് ആൻസർ, 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ 4 തന്നെയാണ് ആൻസർ. അതേപോലെ 1നെ ഐഡന്റിറ്റി മെട്രിക്സിനെ എ കൊണ്ട് ഗുണിച്ചാൽ എ തന്നെയാണ് ആൻസർ, ഐഡന്റിറ്റി മെട്രിക്സിനെ ബി കൊണ്ട് ഗുണിച്ചാൽ ബി തന്നെയാണ് ആൻസർ. ശരിയല്ലേ? അപ്പൊ ഐ ഇൻറ്റു എ എന്നുള്ളത് എ ആയി. എ സ്ക്വയർ എന്ന് പറയുന്നത് എ തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്, -3a. ശരിയാണല്ലോ? ഓക്കെ, സോ ഐ 2aയും എയും കൂടെ കൂട്ടിയാൽ 3a -3a പ്ലസ് 3a -3a കട്ടായി. ആൻസർ എന്ത് കിട്ടി? ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി, ഐ ഈസ് ദ ആൻസർ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ചോദ്യം. കൺസിഡർ എ 2x2 മെട്രിക്സ് ക്യാപിറ്റൽ A is equal to aij. aij എന്ന് പറയുന്നത് i + 2j ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. റൈറ്റ് എ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു 2x2 മെട്രിക്സ് ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊന്ന് എഴുതി വെക്കാം. എന്താണ്? a11, a12, a21, a22. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 2x2 മെട്രിക്സ്. ശരിയാണല്ലോ? ദെൻ aij എന്ന് പറയുന്നത് എന്താണ്? i + 2j ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. a11 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 + 2 × 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 1 + 2 × 1 2 ആണ്, 2 + 1 3 ആണ്, 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, a11 ആയി. ഇനി a12 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 + 2 × jക്ക് പകരം 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1 + 2 × 2 4 ആണ്, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ 4 1 5, 5ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, i 5 25 ഡിവൈഡഡ് ബൈ 2. a12 ആയി. ഓക്കെ, ഇനി അടുത്ത a21 കണ്ടുപിടിക്കാം. a21 is equal to എന്താണ്? 2 + 2 × 1 ഹോൾ സ്ക്വയർ. ഐക്ക് പകരം 2 കൊടുക്കുക, ജെക്ക് പകരം 1 കൊടുക്കുക. ശരിയല്ലേ? ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ 2 + 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 2 + 2 4 ആണ്, 4 സ്ക്വയർ ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 8. അപ്പോൾ എന്തായി? a21 നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കുക? a22 കണ്ടുപിടിക്കുക. a22 എന്ന് പറഞ്ഞാൽ 2 + 2 × 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? i + 2j, ഐക്ക് പകരം 2 കൊടുക്കുക, ജെക്ക് പകരം 2 കൊടുക്കുക. 2 + 2 × 2 4 ആണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ 4 × 2 6ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, 36 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 18. സോ a22ന്റെ വാല്യൂ എത്രയാണ്? 18. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ നമുക്ക് മെട്രിക്സ് എ കൺസ്ട്രക്ട് ചെയ്യാമല്ലോ. therefore a is equal to പറഞ്ഞേ a11 എന്ന് പറഞ്ഞാൽ 9/2, a12 എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 2, a21 എന്ന് പറഞ്ഞാൽ 8, a22 എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്തു? നമ്മുടെ എ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ എന്താണ് വേണ്ടത്? a + a ആണ്, അത് കണ്ടുപിടിക്കാം. സോ അപ്പോൾ നമുക്ക് പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിൽ നമുക്ക് a + a ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ എ മെട്രിക്സ് ഉണ്ട്, a + a ഇസ് ഈക്വൽ ടു എ മെട്രിക്സ് എന്തുവാ? 9/2, 25/2, 8, 18 പ്ലസ് a എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതിന്റെ ഫസ്റ്റ് റോ നമ്മൾ ഫസ്റ്റ് കോളം ആക്കുക, 9/2, 25/2. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക, 8, 18. ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കണമെങ്കിൽ റോ കോളം ആക്കിയാൽ മതി എന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് ആഡ് ചെയ്തെടുത്താൽ എന്താണ് വരിക? 9/2 9/2 കൂട്ടിയാൽ 9 വരും. ഓക്കെ, 25/2 8 തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാം. 25/2 പ്ലസ് 8 ഈക്വൽ ടു 25 പ്ലസ് 16/2 എന്ത് വരുവാടാ?
6 5 11 1 ശിഷ്ടം 1 2 1 3 1 4 41/2 വരും. ആഡ് ചെയ്തെടുക്കുമ്പോൾ 41/2. ഇനി 8 + 25/2 വീണ്ടും എന്ത് വരും? 41/2 വരും. 18 + 18 എത്രയാണ്? 36. സോ ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, 9 41/2 41/2 36. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് ഓൾ 2/2 മെട്രിസസ് വിത്ത് ഈച്ച് എൻട്രീസ് 0 or 1. ഓരോ എൻട്രീസും 0യും 1ഉം ആവുന്ന എത്ര 2/2 മെട്രിസസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാം 2/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര എൻട്രീസ് ഉണ്ടാവും? 4 എൻട്രീസ് ഉണ്ടാവും. ശരിയല്ലേ? 2/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ 4 എൻട്രീസ് ഉണ്ടാവും. ഓരോ എൻട്രീസിനും 2 പോസിബിലിറ്റി ഉണ്ട്. ഓരോ എൻട്രീസും 0 അല്ലെങ്കിൽ 1 വരാം അല്ലെ? ഓരോന്നിനും 2 പോസിബിലിറ്റി വെച്ചിട്ടുണ്ട്. ശരിയാണല്ലോ? അതായത് നമ്മുടെ കയ്യിൽ മൊത്തം 4 എൻട്രീസ് ഉണ്ട്. ശരിയല്ലേ? ഓരോ എൻട്രീസിനും 2 പോസിബിലിറ്റി വെച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് മൊത്തം എത്ര പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാൻ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. 2 × 2 × 2 × 2. മൊത്തം എത്ര മെട്രിസസ് ഉണ്ടാക്കാം? നമ്പർ ഓഫ് 2/2 മെട്രിസസ് വിത്ത് ഈച്ച് എൻട്രീസ് 0 or 1. നമ്പർ ഓഫ് 2/2 മെട്രിസസ് വിത്ത് ഈച്ച് എൻട്രീസ് 0 or 1 equal to 2 × 2 × 2 × 2 2⁴. 16 മെട്രിസസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, 3/3 മെട്രിക്സ് ആണെങ്കിലോ 3/3 മെട്രിസസ് വിത്ത് ഈച്ച് എൻട്രീസ്. ഇപ്പൊ 2/2 മാറ്റി 3/3 ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര എൻട്രീസ് ഉണ്ട്? നമ്മുടെ കയ്യിൽ 9 എൻട്രീസ് ഉണ്ട് അല്ലെ? 9 എലമെന്റ്സ് പ്ലേസ് ചെയ്യാൻ നമുക്ക് സ്ഥലമുണ്ട്. ആ 9 പ്ലേസിൽ 0യോ 1ഓ വരികയാണെങ്കിൽ എന്താണ് വരിക? 2 × 2 × 2 × അങ്ങനെ 9 പ്ലേസ് നമുക്ക് ഫില്ല് ചെയ്യാം. അതായത് 2⁹ വരും. അതായത് 512 മെട്രിക്സുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതേ ചോദ്യം തന്നെ 2/2 മാറി 3/3 ആവുകയാണെങ്കിൽ 512 മെട്രിക്സുകൾ. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട നമുക്ക് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഉറപ്പിക്കാവുന്ന ടൈപ്പാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. സോ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.